ഹായ്, ഞാൻ ദീപ. ഇന്നലെ എൻ്റെ DM-ൽ ഒരു മെസ്സേജ് വന്നാണ്. പുള്ളിക്കാരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിക്കാരി വീട്ടിലിരിക്കുകയാണ്, കുഞ്ഞു ചെറുതാണ്, ഹസ്ബൻഡ് സപ്പോർട്ടീവാണ്, ബട്ട് സ്റ്റിൽ പുറത്ത് പോയി ജോലി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ, സോ എന്നെ ആരും വാല്യൂ ചെയ്യുന്നൊന്നുമില്ല, എനിക്കങ്ങനെ വാല്യൂ ഇല്ലാത്ത പോലെ അങ്ങനെ കുറേ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് പുള്ളിക്കാരി കൺക്ലൂഡ് ചെയ്ത് പോയത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും റിപ്ലൈ ചെയ്യാനും ഒന്നും തോന്നിയില്ല. പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ച് ശരിയാണ്, അങ്ങനെ നമുക്ക് തന്നെ, അതായത് നമ്മളെപ്പോഴും ഒരു ജോലിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റിനെ ബേസ് ചെയ്തിട്ടോ ആണ് നമ്മൾ നമ്മുടെ വാല്യൂ തീരുമാനിക്കുന്നത്. അപ്പം നമ്മളെ തന്നെ ഒന്ന് എന്താണ് ഡിഗ്രേഡ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ വേറെ ആരും നമ്മളെ വാല്യൂ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ വേറെ ആൾക്കാർ അല്ലെങ്കിൽ പുറമെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ വാല്യൂ ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് നമ്മളെ പറ്റിയൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു നമ്മളെ പറ്റി ഒരു മതിപ്പുണ്ടായിരിക്കണം. അല്ലാണ്ട് പുറത്തുനിന്ന് ആരും വന്നിട്ട് നമ്മളെ അങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പം അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നത്. നമ്മളൊന്ന് ലോ ആയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ അത് കംപ്ലൈൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഞാനും പറയാറുള്ള ഒരു കാര്യമാണ്. അതായത് എനിക്കിത് ആരും പറഞ്ഞു തരാത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കിതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ്, എനിക്ക് ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ഒരു ഫാമിലി വന്ന് ജനിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എനിക്ക് സപ്പോർട്ട് തരാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മൾ പറയും, അല്ലെ ഇൻക്ലൂഡിങ് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യും തോറും നമ്മൾ സ്റ്റക്കായി പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്. അതിൽ പുറമേ നിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് നമ്മളെ നിർബന്ധിച്ച് നമ്മുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നീ ചെയ്യണ്ടെന്നൊന്നും പറയുന്നില്ലല്ലോ. നമുക്ക് എഫേർട്ട് ഇട്ടാലും ചെയ്യാം, ഒരാൾ പറഞ്ഞു തന്നില്ലെങ്കിലും നമുക്ക് ചെയ്യാം, നമുക്ക് അതിനെപ്പറ്റി അറിവില്ലേ, നമുക്ക് അതിനെപ്പറ്റി പഠിച്ച് ചെയ്യാം, അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ എക്സ്ക്യൂസസ് കൊണ്ടുവരുവാണ്. നമ്മൾ ചില സ്ഥലത്തൊക്കെ എക്സ്ക്യൂസസ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് വൈസ് നമുക്ക് പറ്റുന്നില്ല, നമ്മളെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ നല്ലതാണ്. എങ്കിൽ പോലും കംപ്ലൈൻറ്റ് ചെയ്യും തോറും നമ്മൾ സ്റ്റക്കായി പോവുക ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മളെക്കാട്ടിലും മേളിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് വിഷമമായിരിക്കും എങ്ങനെ വന്നാലും ഉണ്ടാവുന്നത്. എൻ്റെ അതേ കഴിവുണ്ട്, എൻ്റെ പോലത്തെ സാഹചര്യമുണ്ട്, എങ്കിൽ പോലും ദേ കണ്ടില്ലേ, ആ കൊച്ചു കണ്ടില്ലേ ഇങ്ങനെയായി, ഞാൻ ദേ ഇപ്പോഴും ഇങ്ങനെയാ. അതിന് പകരം നമ്മൾ താഴോട്ട് നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു സങ്കടം കുറയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കമ്പയർ ചെയ്യുന്നത് താഴെയുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്തൊന്ന് ഗ്രേറ്റ്ഫുൾ ആവുക സ്വന്തമായിട്ട്. രണ്ടാമത്തെ കാര്യം, ശരിക്കും കമ്പയർ ചെയ്യേണ്ടത് ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പം, അല്ലെങ്കിൽ കുറച്ചും കൂടെ മേളിലോട്ട് അഡ്വാൻസ് ചെയ്യാനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട നമ്മുടെ തന്നെ ഒരു പഴയ വേർഷനെ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്, മറ്റതിൽ നിന്ന് ഇത്രയും വരെ എത്തിയോ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെക്കാൾ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ പണ്ട് കാലങ്ങളിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നത് ഇപ്പോ എത്രത്തോളം ഇമ്പ്രൂവ്ഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ആത്മവിശ്വാസം, അല്ലെ നമ്മളെ തന്നെ ഒന്ന് ഒരു വാശിക്ക് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം തരും. പിന്നെ ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞത്, എന്നെ ആരും വാല്യൂ ചെയ്യുന്നില്ല, എനിക്കൊരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ആൾ നമ്മളെ വാല്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടല്ല നമുക്കൊരു വാല്യൂ ഉണ്ടാവേണ്ടത്. നമുക്ക് തന്നെ ഫീൽ ചെയ്യണം നമ്മൾ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യണം. എനിക്ക് ഇതിൽ കുറഞ്ഞതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വാല്യൂ തന്നു തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതായത് നമ്മളൊരിക്കലും നമ്മളെ ഇപ്പം ചവിട്ടി തേക്കുന്ന, അല്ലെ നമ്മളെ യൂസ് ചെയ്യുന്ന, ഇവള് എന്തൊക്കെ പറഞ്ഞാലും അവൾ വന്നോളും, കുഴപ്പമൊന്നുമില്ല, അല്ലെ അവളെ കാര്യമായിട്ട് വിളിച്ചില്ലെങ്കിലും ഇന്ന ചടങ്ങിന് വന്നോളും, അല്ലെങ്കിൽ അവളെ ഇത്രയൊന്നും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ നമ്മളൊരു ഇമേജ് ഉണ്ടാക്കി വെക്കുകയാണ്. ബാക്കിയുള്ളവർ ഓക്കെ ഇവളെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, ഇവക്ക് കുറച്ച് കാടിവെള്ളം കൊടുത്താൽ മതി, അവള് പട്ടിപ്പണി എടുത്തോളും എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണ് നമ്മളായിട്ട് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ വാല്യൂ നഷ്ടപ്പെടുവാണ്. നമ്മൾ തന്നെയാണ് നമുക്ക് വാല്യൂ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. അതിപ്പം ആരുടെ വീടായാലും, സ്വന്തം വീടായാലും, നമ്മുടെ ഇൻലോസിന്റെ വീടായാലും, അല്ല നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെയോ വേറൊരു റിലേറ്റീവിൻ്റെയോ അടുത്ത് പോയാൽ പോലും നമുക്ക് വേണ്ടുന്ന ഒരു പരിഗണന തരുന്നില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇറങ്ങിപ്പോവുക. എൻ്റെ ഒരു നേച്ചർ അതാണ്. എനിക്ക് ഇപ്പൊ ചെന്നിട്ട് ഇപ്പൊ എൻ്റെ സ്വന്തം വീട്ടിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പിന്നെ അവിടെ നിൽക്കത്തൊന്നുമില്ല, ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യും, കാര്യം പറഞ്ഞിച്ച് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മേ ബി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിചാരിക്കും ഇവളിതെന്തുവായി കാണിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ
ഞാൻ ആലോചിക്കുന്നത് എന്നെ അത്രയ്ക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്കൊരു വാല്യൂ തരാൻ താല്പര്യമില്ല, പിന്നെ എൻ്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. സോ എന്തിനാണ് വെറുതെ ഇങ്ങനെ വലിഞ്ഞു കയറി ചെന്ന് നിൽക്കേണ്ട ഒരാവശ്യം? അപ്പോൾ നമുക്ക് അർഹിക്കുന്ന ഒരു ഒരു വാല്യൂ തരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ആൻഡ് ഗോ. അപ്പൊ അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ അവര് അതിൻ്റെതായ രീതിയിലും മട്ടത്തിനും നമ്മളെ വിളിച്ചോളും. ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ നോട്ട് നീഡഡ് ദർ. എൻ്റെ ഒരു ഫിലോസഫിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ വാല്യൂ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും ബാക്കിയുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്കറിയാം, എൻ്റെ ഒരു പരിചയക്കാരി, പുള്ളിക്കാരി എല്ലാ വീട്ടിലും പോയിട്ട് ഭയങ്കരമായ ഹെൽപ്പ് ഓഫറിംഗ് ആണ്. അപ്പം എല്ലാവരും അവളെ കരുതുന്നത് ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ ഒരു കൂട്ടിരിപ്പിന് വേണമെങ്കിൽ പുള്ളിക്കാരിനെ വിളിച്ചാൽ പുള്ളിക്കാരിയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടിട്ട് ഓടിച്ചെല്ലും. എന്തിന്റെ ആവശ്യത്തിനാന്ന് പറഞ്ഞാൽ വെറും പ്യോർ സ്നേഹത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയതുകൊണ്ട് പുള്ളിക്കാരി ഓടിച്ചെല്ലും എല്ലാ കാര്യത്തിനും. സെയിം വേ പുള്ളിക്കാരി ഇപ്പം എല്ലാ കാര്യത്തിനും ഓടിച്ചെന്ന് എപ്പോഴും അവൈലബിൾ ആക്കി കൊടുത്ത് പുള്ളിക്കാരിയുടെ വാല്യൂ തന്നെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു രീതിയിലേക്കൊന്നും നമ്മൾ പോകരുത്. ഇതൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും ഇത് തുടക്കം തൊട്ടേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ കുഞ്ഞിലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മളുടെ റിലേറ്റീവ്സിന്റെ ഇടയിൽ എൻ്റെ അച്ചാച്ചിക്ക് ബിസിനസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ സാമ്പത്തികമായിട്ട് കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് നാൾ ഭയങ്കര ഹൈഫൈ ലാവിഷ് ആണെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ പാപ്പരായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഹൈ ലോ അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊക്കെ ചെല്ലുമ്പോൾ എനിക്കറിയാം എന്നെ ട്രീറ്റ് ചെയ്യുന്നതും എൻ്റെ റിലേറ്റീവ് ലിസ്റ്റിൽ തന്നെ ബാക്കിയുള്ള കസിൻസിനെ ട്രീറ്റ് ചെയ്യുന്നതും ഒരു വീട്ടിൽ ചെല്ലുമ്പം ഉള്ള ട്രീറ്റ്മെന്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയും നമ്മൾ വീട്ടിൽ പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാറ് എന്താണ് അത് അങ്ങനെ നമ്മുടെ അടുത്ത്. അപ്പൊ നമുക്ക് പയ്യെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി, ഓക്കെ നമ്മളെ ഇതിന്റെ ബേസിലാണ് ഇവർ വാല്യൂ ചെയ്യുന്നത്. സോ പോകേണ്ട ആവശ്യമില്ല ഇനിയിപ്പം. അപ്പൊ ഞാൻ വളർന്ന ഒരു പരിധി വിട്ട് നമ്മൾ വളർന്നൊക്കെ ശേഷം നമ്മുടെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെയായിരുന്നു. അപ്പം അവര് നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് വേറെ ഒരു ഇച്ചിരിയും കൂടെ ഫിനാൻഷ്യലി കുറച്ച് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കളെ അയ്യോ അവർക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലും, എന്നാൽ നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത എല്ലാ പണികളും അവർ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇതൊക്കെ വല്ലപ്പോഴും കൂടിയിട്ട് വല്ല നാട്ടിലൊക്കെ പോകുന്ന അവസ്ഥയിലുള്ള സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നിൽക്കേണ്ട രീതിയിൽ നിൽക്കാൻ തുടങ്ങി. ഒരു പരിധി വിട്ട് നമ്മുടെ വാല്യൂ താഴ്ത്തിയിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കാതായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ അത്യാവശ്യം വിലയുണ്ട്. വിലയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളെ തന്നെ അവൈലബിൾ ആക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ആർക്കും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ സ്റ്റെപ്സ്. നമ്മളെ തന്നെ വാല്യൂ ചെയ്യാൻ തുടങ്ങുക. നമ്മളെ എങ്ങനെ ആൾക്കാർ ട്രീറ്റ് ചെയ്യണോ അതുപോലെ തന്നെ നിൽക്കുക. അല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ എവിടെയെങ്കിലും ഫേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ പ്രസൻസ് ഇല്ലാതാക്കുക. നമ്മൾ അതിന്റെ ആവശ്യമില്ല. നമ്മളെ ആവശ്യമില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ നമ്മളോട് പെരുമാറുന്നത്. സോ അവിടെ പിന്നെ നിൽക്കാനേ പാടില്ല. പിന്നെ അവര് അതിൻ്റെതായ രീതിയിൽ വിളിച്ചിട്ട് നമുക്ക് പോകാൻ തോന്നുമോ എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ലൈഫുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. നമ്മളെല്ലാവർക്കും അവൈലബിൾ ആകാൻ നിന്ന് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു വിലയില്ലാതായി പോകും. എന്തുകൊണ്ടാണ് ഈ ഗോൾഡും ഡയമണ്ടും ഒക്കെ വിലയുള്ളതായി തീർന്നത്? അത് അത്രയും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല, വളരെ റെയർ ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രസൻസ് എന്ന് പറയുന്നത് അർഹിക്കുന്നവർക്ക് കൊടുത്താൽ മതി, നമ്മളെ വാല്യൂ ചെയ്യുന്നവർക്ക് കൊടുത്താൽ മതി. അല്ലാതെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് പിന്നെ നമ്മളെ വാല്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കാതെ നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ് ഇടാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലക്കറിയിരിക്കും. സോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മൾ വേർത്തി ആണോ? ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യുവാണോ? ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് വേർഷനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വേർഷനെ വെച്ചിട്ടോ കമ്പയർ ചെയ്തിട്ട് ഞാൻ ചിന്തിക്കുകയാണോ, ഓക്കെ ഇത് പോരാ, എനിക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട്, കുറച്ച് കഴിവുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്, കുറച്ച് പേഴ്സണാലിറ്റിയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ വരുത്താനുണ്ട്, ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടതുണ്ട്, മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട്, ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മളിൽ തന്നെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മളുടെ തന്നെ ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെപ്പറ്റി നോക്കുക. ഓട്ടോമാറ്റിക്കലി വാല്യൂ വന്നോളും. അല്ല നമ്മളെങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പോലെയാണ് ബാക്കിയുള്ളവർ ട്രീറ്റ് ചെയ്യുന്നത്. ഞാനിപ്പം എല്ലാവർക്കും അവൈലബിൾ ആയി എല്ലാവരും പറയുന്നത് കേട്ട് തലയാട്ട് നിന്ന് അതിനൊന്നും എഗെയിൻസ്റ്റ് പറയാതെ, അതൊരു വലിയ പോയിന്റ് ആണ്. ഇപ്പം നമ്മളെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു, നമുക്ക് എന്തെങ്കിലും അവൈലബിൾ ആക്കി, നമ്മളിപ്പം ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, എന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല, അവളെ മൈൻഡ് ചെയ്തില്ല, അവൾ സാരില്ല, അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും, എടി 2 പാത്രം കഴിയുക എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാം. നമ്മളുടെ അടുത്ത് അങ്ങനെ ഒന്ന് പറയാൻ പോലും ആൾക്കാർക്ക് തോന്നരുത്. ആ രീതിയിൽ നമ്മുടെ മട്ടും മാതിരി മാറ്റുക എന്നുള്ളതാണ്.
അല്ലാതെ നമ്മൾ ഈ പഴങ്കഞ്ഞി കണക്ക് എന്തും എനിക്ക് എന്ത് തന്നാലും ഞാൻ ഓക്കെയാണ്, അല്ലെ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്താലും ഓക്കെയാണ്, അങ്ങനല്ല. പിന്നെ അതൊരിക്കലും നമ്മൾ പൈസയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യില്ല. എനിക്ക് ഇപ്പൊ ക്യാഷ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കയറി ചെല്ലുന്ന അല്ലെങ്കിൽ ഞാൻ ചെന്നേക്കുന്ന ആ വീട്ടിൽ അവർ കുറച്ച് പൈസക്കാരാണ്, അതുകൊണ്ട് ഐ എം റെഡി ടു ബി അവൈലബിൾ ആൻഡ് അവർ പറയുന്ന എന്ത് കാര്യവും നമ്മൾ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ തന്നെ വില നിങ്ങൾ കുറയ്ക്കുകയാണ്. സോ ക്യാഷിന്റെ കാര്യത്തിലാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ നിൽക്കുക. ഇപ്പം ക്യാഷ് ഇല്ല എന്ന് വെച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ തല ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് അത് ആ ഒരു ഏറ്റക്കുറച്ചിൽ ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, ആരുടെ അടുത്തും പോയി കൈ നീട്ടാതിരിക്കുക, നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു വാല്യൂ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങണം. അല്ലാതെ എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്തും അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ ആക്കിയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മളെ പറ്റി ഒരു വില ഉണ്ടാവണം, നമ്മളുടെ വേർത്ത് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എന്തെങ്കിലും ഗ്രോത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മേ ബി ഞാനിപ്പം എൻ്റെ ഒരു പ്രിവിലേജ് വെച്ചിട്ടായിരിക്കും ഞാൻ ഈ പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു, ആ സമയത്ത് ഈ ഒരു കമ്പാരിസൺ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോയിട്ട് എല്ലാവരും പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ല. അന്നേരം ഞാൻ റിബലായിരുന്നു. അതായത് ഞാൻ അന്നേരം ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ആളുടെ അടുത്ത് പറയാത്തത്, എൻ്റെ അടുത്ത് തന്നെ ഇത് പറയുന്നത് എന്താണ്? ഭയങ്കര നാക്കിലൊക്കെ ആയിരിക്കും പറയുന്നത്, എന്തുകൊണ്ടാണ് പറയുന്നത്? പിന്നെ നന്നായിട്ട് തിരിച്ചു പറയാം. അത് ഞാൻ കുഞ്ഞിലേ തൊട്ടേ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് കുഞ്ഞിലേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിന്റെ ബേസിലാണ് എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ബിക്കോസ് എൻ്റെ അപ്പനും അമ്മയ്ക്കും കുറച്ച് ഒരു ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് വെച്ചാൽ തീരെ ദരിദ്രവാസികളും അല്ല, അല്ലെങ്കിൽ ആരുടെയും കെയർ ഓഫിലും അല്ല കിടക്കുന്നത്, സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെയാണ് നടക്കുന്നത്. എന്നിട്ട് പോലും ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് ഒരു ലെവൽ വിട്ടുള്ള പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പറയാനായിട്ട് നന്നായിട്ട് എനിക്ക് അറിയാമായിരുന്നു അന്നേ. പിന്നെ ഈവൻ എൻ്റെ അനിയത്തിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ കുത്തും കൊള്ളിയൊക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാൻ അറിയാമായിരുന്നു. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് കുഞ്ഞിലെ ഡെവലപ്പ് ചെയ്തെടുത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്നെ പറ്റി ഒരു വാല്യൂ അന്നേ ഫീൽ ചെയ്തുകൊണ്ടാവാം നമ്മൾ ഒരിക്കലും പോയിട്ട്, അത് എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ടേ നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്കൊരു 10-30 വയസ്സായതിനു ശേഷം, ഒരു 10-25 വയസ്സായതിനു ശേഷം നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ നടക്കാത്തൊരു കാര്യമാണ്. നടക്കത്തില്ല എന്നല്ല, കുറച്ചധികം വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒത്തിരി പേരെ വെറുപ്പിക്കേണ്ടി വരും. ഇത് കുഞ്ഞിലേ വെറുപ്പിക്കുകയാണ്, കുഞ്ഞിലേ താന്തോന്നിയാണ്, കുഞ്ഞിലേ ഭയങ്കര അഹങ്കാരിയാണെന്നുള്ളൊരു പേര് വീണ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. ഇവളെ ഇതിനൊന്നും കിട്ടത്തില്ല, ഇത് ഇച്ചിരി പാടാണ്, അപ്പൊ നമുക്ക് ഇവളെ അങ്ങ് മാറ്റിയേക്കാം, വേണ്ട. അപ്പൊ ഞാനും വിചാരിക്കും നമുക്കിപ്പോ ഇതിനൊന്നും പോയിട്ട് നിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല, മനസ്സിലായില്ലേ? നമ്മളെ ഇപ്പൊ അവർ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ, ഇൻക്ലൂഡ് ചെയ്തത് നമുക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും കൂടെ അല്ല, എന്നെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ ഒരു റിബൽ ആയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാവരും വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റിബൽ ആവുക എന്നുള്ളതല്ല പറഞ്ഞു വന്നത്. ഇതിപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കൊച്ച് പറയുന്ന കേട്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടമായിപ്പോയി. എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ എന്നെ ആർക്കും വേണ്ടാത്തത്. ജോലി കമ്പയർ ചെയ്തിട്ടല്ല ഒരാളെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നത്, അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പം എനിക്ക് ജോലിയുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ജോലി ഇല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വാല്യൂ ചെയ്യുന്നത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി, അതൊക്കെ വെച്ചിട്ടാണ്. അവരുടെ ജോലി നമ്മുടെ വിഷയത്തിലേ ഇല്ലാത്ത കാര്യമാണ്, മനസ്സിലായില്ലേ? ജോലി വെച്ചിട്ടല്ല, അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ജീവിതത്തെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു അറിവ്, അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് അപ്രോച്ച് ചെയ്യുന്നത്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ വാല്യൂ ചെയ്യുന്നത്. ജോലിയുടെ കേസിൽ ജോലി ഉണ്ടായിട്ട് യാതൊരു വിവരവും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. സോ അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള വേണ്ടുന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓട്ടോമാറ്റിക്കലി പീപ്പിൾ വിൽ സ്റ്റാർട്ട് വാല്യൂയിങ് യു. ഇനി വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയേക്കുക. ഇതാണ് എനിക്ക് ആ കുട്ടിയോടും ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത്. ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ട് ഉള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞെന്നറിയാം. കൂടുതലും എൻ്റെ ഒരു ഇമോഷൻസ് ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്, എൻ്റെ ഒരു പണ്ടത്തെ കുട്ടിക്കാലം ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്നെ ഒത്തിരി, ഞാൻ ഇപ്പോഴും അലമ്പാണ്. ഞാൻ ഇപ്പോഴും ഒരിടത്ത് എനിക്ക് വാല്യൂ കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ല, ഞാൻ മിണ്ടാതിരിക്കും. എനിക്ക് വാല്യൂ ഫീൽ ചെയ്യുന്നത് വരെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. ഫൈറ്റ് ചെയ്ത് വാല്യൂ മേടിക്കാന്നുള്ളതല്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഐ വിൽ ഓൾസോ നോട്ട് എന്താ പറയുന്നത്, ഞാൻ സഹകരിക്കത്തില്ല. അപ്പം ഞാൻ സഹകരിക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാര് എന്നെ വേണ്ടുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്തോളും. ഇല്ലാത്തവരെ വേണ്ട, നമുക്കും വേണ്ട. നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അതാണ്.
അപ്പോൾ പറഞ്ഞ് കാട് കയറിപ്പോയി. വല്ലതൊക്കെ മനസ്സിലായോ? വല്ലതൊക്കെ മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.